ഇന്ന് കണ്ണീന്ന് വെള്ളം വന്നിട്ടല്ലേ? ഇന്ന് അനീഷയുടെ എൻഗേജ്മെൻറ്റ് ലുക്കാണ് നമ്മൾ ചെയ്യണത്. അനീഷ എന്ന് പറയുന്നത് ലെഹങ്കയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയർ പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലെൻസ് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ലെൻസാണ് നമ്മൾ വെച്ചേക്കുന്നത്, അക്വ ലെൻസിൻ്റെ. നമുക്ക് ഹെയർ പ്രിപ്പയർ ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹെയർ പ്രിപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ ഈ ഹെയർ ഇപ്പോൾ ഫസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രിമ്പിംഗ് ആണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ്. ചിലർ സൈഡിൽ നിന്ന് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് വരുന്നത്. എന്നിട്ട് സൈഡിലോട്ട് ഹെയർ ഇട്ട് കൊടുക്കാണ്ട് ബാക്കിലോട്ട് ഹെയർ ഇട്ട് കൊടുക്കുമ്പോഴേക്കും കുറച്ച് വോളിയം ഉള്ളതുപോലെ നമുക്ക് ഹെയർ തോന്നും. നമ്മൾ ഇന്ന് എൻഗേജ്മെന്റ് ലുക്കിന് ചെയ്യാൻ വേണ്ടി പോണത് ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. ബാക്കിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് കേൾ ചെയ്ത് ഓപ്പൺ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹെയർ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കളർ കറക്ഷനും പ്രൈമറൊക്കെ ഇട്ട് കൺസീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എയർ ബ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുവിധം ടെക്സ്റ്റേർഡ് അല്ലാത്ത, പിമ്പിൾസ് അധികം ഇല്ലാത്ത ഒരു നോർമൽ സ്കിന്നാണ് ബ്രൈഡ്സിനുള്ളതാണെങ്കിൽ ഈ എയർ ബ്രഷ് മേക്കപ്പ് ദ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി HD മേക്കപ്പ് ഒക്കെ ചെയ്തതിനേലും കൂടുതൽ ഗ്ലോയും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുകൂടാണ്ട് കമ്പാരിറ്റീവ്ലി HD മേക്കപ്പിനേലും നല്ല കവറേജും നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുമ്പം കിട്ടും. ഹൈലൈറ്ററും നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഞാനിപ്പോൾ എയർ ബ്രഷിലോട്ട് ഹൈലൈറ്റർ ആണ് ഫില്ല് ചെയ്യണത്. ഓൾറെഡി എയർ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാക്കും. അതൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹൈലൈറ്റർ നല്ല യൂസ്ഫുൾ ആണ്. ലിക്വിഡ് ഹൈലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഫേസിന് നല്ലൊരു ഫിനിഷിംഗ് കൂടെ നമുക്ക് കിട്ടും. ഇനി ചെയ്യണത് ഐ മേക്കപ്പ് ആണ്. നമുക്ക് എയർ ബ്രഷ് ഫേസിൽ ചെയ്യണതിന് മുന്നേ ഐ മേക്കപ്പ് ചെയ്യാം, അതിനുശേഷവും ഐ മേക്കപ്പ് ചെയ്യാം. ഞാൻ നോർമലി HD മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐ മേക്കപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ എയർ ബ്രഷ് ചെയ്യുമ്പം ഞാൻ എയർ ബ്രഷ് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസിലേക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ മേ ബി നമ്മളുടെ ആ ഐ മേക്കപ്പിൻ്റെ മേളിലേക്ക് ഫൗണ്ടേഷൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് ചെയ്യണത്.
ഇന്ന് നമ്മുടെ ബ്രൈഡിന് മാത്രമല്ല, ബ്രൈഡിന്റെ സിസ്റ്ററിനും കൂടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ ബ്രൈഡിന്റെ മേക്കപ്പ് ഒരുവിധം കഴിയാറായപ്പോൾ നമ്മൾ സിസ്റ്ററിന്റെ മേക്കപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് അനീഷയുടെ എൻഗേജ്മെൻറ്റ് ലുക്ക്. ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടിയാര കൊടുത്തിട്ടുണ്ട്. ഫുൾ കേൾ എക്സ്റ്റൻഷൻ വെച്ചിട്ട് കേൾ ചെയ്തിട്ട് ഇങ്ങനെയുണ്ട് അനീഷ. സൂപ്പർ.
ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ സിസ്റ്ററിന്റെ ഫൈനൽ ലുക്ക്. ആളൊരു സാരി ആയിരുന്നു വെയർ ചെയ്തത്. റീസെന്റ് സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ടിട്ട് നമ്മൾ ടോപ്പ് പോർഷനിലൊന്നും ക്രിമ്പിങ്ങും വേറെ കേളിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ആൾക്ക് അത്രയും ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എൻഡിൽ മാത്രം ജസ്റ്റ് ഒരു കേള് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ പ്ലീറ്റഡ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് ആണ് നമ്മൾ ചെയ്തത്. ആൻഡ് ഹാൻഡ് പോർഷൻ വരുന്ന അവിടെ നമ്മളൊരു ചെറിയ പ്ലീറ്റ് ചെയ്തിട്ട് അത് സെക്യൂർ ചെയ്ത് വെച്ചു. ബ്രൈഡിന്റെയും ബ്രൈഡിന്റെ സിസ്റ്ററിന്റെയും ഈ 2 ലുക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.